ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കൊച്ചി ഇൻഫോ പാർക്കിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ലയിലാണ് നമ്മൾ ഇന്നുള്ളത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ കാക്കനാട് ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്ററുമാണ് വരുന്നത്. ഭംഗിയുള്ളൊരു കണ്ടംപററി സ്റ്റൈൽ ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് വർക്കുകളൊക്കെ ഒത്തിരി എലവേഷനിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ വില്ലയ്ക്ക് ലഭിക്കുന്നത്. ബാത്റൂമുകളടക്കം മുഴുവനായി തന്നെ വാട്ടർ പ്രൂഫ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 1 ഇയർ ഫ്രീ ആയി മെയിൻ്റനൻസ് സർവീസും ബിൽഡർ ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് സ്പോട്ടാണ്. കൂടാതെ ഈ വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് KWA വാട്ടർ കണക്ഷനാണ്. 6000 ലിറ്ററോളം വരുന്ന വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ മതിലായി നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം. 1-2 ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത്ര ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ തീർത്ത 2 പാളികളുള്ള മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തൊരു മെയിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. ഒരു കോർണർ സെറ്റി സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ സീലിംഗിൽ യാതൊരുവിധ ജിപ്സം വർക്കുകളും ചെയ്യാതെ പ്ലെയിൻ ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം നീളമേറിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി വളരെ മനോഹരമായൊരു വാഷ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വർ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ലൂവർ പാനൽസ് ബാക്ക്ഗ്രൗണ്ടായി നൽകി ഒരു ലൈറ്റ് മിററൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. സാധാരണയായി നമ്മൾ കാണുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഒരു ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടീക്വുഡ് കളറും വൈറ്റ് കളറും വരുന്ന മൈക്കുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ വീടിൻ്റെ കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമെയായി ഇവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും കൂടാതെ ഒരു സിങ്ക് എല്ലാം ഇവിടെ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള 2 വലിയ വെന്റിലേഷനുകളും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ വീടിൻ്റെ ബെഡ്റൂമിൽ നമുക്ക് കാണാനാവുന്നത്. മനോഹരമായൊരു ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോവാം. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നതായാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അടുത്തതായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെയും ഏകദേശം 10 അടിയിലധികം നീളം വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ജാഗ്വർ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്.
അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.